കേരളത്തിലെ പ്രമുഖ സമുദായ സംഘടനയുടെ നേതാക്കന്മാരെ പോലും സ്വന്തം അച്ഛന്റെ പ്രായം ഉള്ളവരെ പോലും വളരെ ധിക്കാരത്തോടുകൂടി നിഷേധത്തോടുകൂടിയുള്ള പെരുമാറ്റവും പദപ്രയോഗവുമാണ് നടത്തുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോലും വളരെ മോശം വാക്കുകൾ നിയമസഭയിൽ ഉപയോഗിക്കാറ്. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം നഗരത്തിലൊക്കെ കുറച്ച് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു, നിങ്ങൾ കണ്ടതാണ്. ആ ബോർഡുകൾ ഈ വിജിലൻസ് എൻക്വയറി റിപ്പോർട്ട് ഗവൺമെന്റിന് സതീശനെതിരെയുള്ള വിജിലൻസ് എൻക്വയറി റിപ്പോർട്ട് ഗവൺമെന്റ് സമർപ്പിച്ചതിന് ശേഷമാണ് ആ ബോർഡുകൾ വന്നത്. ആ ബോർഡുകൾ കണ്ടത് അങ്ങനെയെന്ന് പറഞ്ഞേരെ ഞാൻ പേടിച്ചുപോയി. ഇതിൽ VD സതീശന് വലിയ പടം വെച്ചത്. തിരിച്ച് പടം വയ്ക്കുവാനും പടത്തിന് താഴെ അടിക്കുറിപ്പ് എഴുതാനും ഒക്കെയുള്ള ഒരുപാട് സംഭവവാസങ്ങളുണ്ട്. ഞങ്ങളുടെ ഒരു മാന്യത കൊണ്ട് ഞങ്ങളത് അതൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളത് ചെയ്താൽ VD സതീശൻ പറഞ്ഞത് ചെന്നങ്ങ് പറഞ്ഞേരെ ഞാനങ്ങ് പേടിച്ചു പോകും. അതേ ഭാഷയിൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചടിച്ചാൽ, തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. അപ്പൊ അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരത്തെ കുറിച്ച് വളരെ മോശം പരാമർശമാണ് VD സതീശൻ ഇന്നുണ്ടായത്. 10 വർഷം കൊണ്ട് 9,000 കോടി രൂപയുടെ വികസനം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന ഒരു സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ സതീശനെ വെല്ലുവിളിക്കുകയാണ്. കൃത്യമായി പരീക്ഷ നടത്തിയ ഒരു ഗവൺമെന്റിന് ഏതെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ പാഠപുസ്തകവും കൃത്യമായി പ്രിന്റ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് എത്തിച്ച ഗവൺമെന്റ് ഏതെന്ന് ഞാൻ സതീശനെ വെല്ലുവിളിക്കുക. ഇന്ത്യ രാജ്യത്ത് മൊത്തം വിദ്യാർത്ഥികളുടെ നിലവാരം പരിശോധിച്ച് നോക്കിയപ്പോൾ 2ാം സ്ഥാനത്ത് വന്ന കാലഘട്ടം ആരാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലുള്ള ഓർമ്മ സതീശനുണ്ടോ എന്നുള്ള കാര്യം ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ എന്താണ് നടക്കുന്നത്? എന്നെ സംഘപരിവാർ കൂട്ടിക്കെട്ടി സംഘക്കുട്ടി എന്നാണെന്ന് പ്രസംഗിച്ചു. രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ രാഷ്ട്രീയ നിലപാടൊക്കെ ആവാം, രാഷ്ട്രീയം പറയുകയും ചെയ്യാം. പക്ഷെ വ്യക്തിപരമായി വ്യക്തിഹത്യ ചെയ്യുന്നത് അത് മറ്റൊന്നും പറയാനില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയാണ്. കേരളത്തിൽ ആരെങ്കിലും ഞാൻ RSSനെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് വിശ്വസിക്കും. ഞാൻ RSSനെതിരായിട്ട് ഇഞ്ചിന് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ സതീശൻ വള്ളിനിക്കരോട്ടുകൊണ്ട് സ്കൂളിൽ പഠിക്കും. അതുകൊണ്ട് അത്ര എണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ എന്റെ ചരിത്രം ഞാൻ തന്നെ ഇരുന്ന് പറയുന്നില്ല. ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടലിന് വളച്ച ആളിന്റെ പേര് ശിവൻകുട്ടി എന്നല്ലല്ലോ, അത് VD സതീശൻ എന്നാണ്. വിനായക ദാമോദർ സതീശൻ.
വിനായക വിനായക ദാമോദർ സതീശൻ എന്നാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന പേരാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും അങ്ങനെ വിളിക്കുന്നില്ല. സ്വന്തം മണ്ഡലത്തിലെ ആളെ പോലും സോഷ്യൽ മീഡിയയിലൂടെ കേട്ടാൽ അരയ്ക്കുന്ന രീതിയിൽ പച്ചത്തറി വിളിച്ച ആളുടെ പേര് വി.ഡി. സതീശനില്ല. ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെ കുറിച്ചുള്ള വാർത്തകൾ വന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച് പൊതുമണ്ഡലത്തിൽ നിരവധി കാര്യങ്ങളുണ്ട്. കോൺഗ്രസിന്റെ പിടിപ്പുകൾ കൊണ്ടാണ് സോണിയാഗാന്ധിയുടെ പേരിൽ വലിച്ചടിച്ചതെന്ന് പറഞ്ഞ് ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധി നന്നായി ഇവരെല്ലാം ഇരട്ടിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലാണ് സംഭവിച്ചത്. പേടിച്ച് സംഭവിച്ചതാണ്. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം വെച്ചാൽ ഒരു സ്ഥാനം കണ്ടുകൊണ്ട് ഇങ്ങനെ അതിനുവേണ്ടി കിടന്ന് കുട്ടാളം കൂട്ടുകയാണല്ലോ. അത് കിട്ടുമോ കിട്ടൂല എന്നുള്ള ഒരു മാനസിക സംഘർഷം, അതിൻ്റെ മേലുണ്ടാവുന്ന ഒരു സമനില തെറ്റി എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. ഞാൻ ഇന്നത്തോടുകൂടി ഇതിന് മറുപടി അവസാനിപ്പിച്ചു. ഞാൻ എസ്.എഫ്.ഐ. സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയി പ്രവർത്തിക്കുന്ന അവസരത്തിൽ സ്വാഭാവികമാണ് അദ്ദേഹം ഞാനൊരു പ്രായത്തിൽ വലിയ വ്യത്യാസമുണ്ട്. എങ്കിലും KSUവിന്റെ ഒരു പ്രവർത്തനം, അയാൾ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റോ ഒന്നും ആയിട്ടില്ല. സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായി നുണകളുടെ ഒരു പരമ്പര തന്നെ വളച്ചുവിടുകയാണ്. വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നതിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അദ്ദേഹത്തിന് നീക്കം എന്ന് പറയുന്നത്. പുനർജനി കേസും ലണ്ടൻ യാത്രയും. പുനർജനി കേസിൽ വിജിലൻസ് തന്നെ കുറ്റമുക്തനാക്കിയെന്നാണ് സതീശന്റെ വാദം. എന്നാൽ അത് വസ്തുത മറിച്ചാണ്. കൂടാതെ ലണ്ടനിൽ പോയി പിരിവ് നടത്തിയില്ലെന്ന അദ്ദേഹത്തിന്റെ വാദവും സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്നതാണ്. വിദേശയാത്രകളുടെയും ഫണ്ട് നടത്തിയ പിരിവുകളുടെ രേഖകൾ ജനസംശയമുള്ളതാണ്. വിഴിഞ്ഞം പദ്ധതിയിലെ ഇരട്ടത്താപ്പ്, വിഴിഞ്ഞം സമരം ആദ്യം പിന്തുണയ്ക്കുകയും പിന്നീട് അത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത് സതീശന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. വയനാട് പുനരധിവാസവും രാഷ്ട്രീയ നാടകവും വയനാട്ടിൽ നിർമ്മിക്കുന്ന വീടുകളിൽ 300 കോൺഗ്രസ് നൽകുന്ന അവകാശവാദവും വെറും വാചക കസർത്ത് മാത്രമാണ്. ദുരന്തബോധം പോലും രാഷ്ട്രീയം കളിക്കുന്ന സതീശൻ അത് നമ്മൾ നേരിൽ കണ്ടിട്ടുള്ളതാണ്. നിയമസഭയിൽ തിരുവഞ്ചൂർ നാഷിനെ ഡെപ്യൂട്ടി ചീഫ് മാർഷൽ ആക്രമിച്ചു സതീശൻ തട്ടിവിട്ടു എന്നാൽ തനിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന് തിരുവഞ്ചൂർ തന്നെ വീണ്ടും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷ നേതാവിന്റെ വിശ്വാസ്യത തകർന്നു. വർഗീയതയും രാഷ്ട്രീയവും ബന്ധങ്ങളും പരിശോധിച്ച് നോക്കിയാൽ വോൾവാക്കർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തതിന് ന്യായീകരിക്കാൻ V.S. അച്യുതാനന്ദന്റെ പേര് വലിച്ചടയ്ക്കുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. 2013 RSS ചടങ്ങിൽ സതീശന് പങ്കെടുത്ത് വ്യക്തമായ തെളിവുകളുള്ള കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും CPIM-നെ കുറിച്ചും അദ്ദേഹം നടത്തുന്ന 42 വർഷത്തെ കണക്കുകൾ ചരിത്രത്തെ വികലമാക്കുന്നതാണ്. പറവൂരിലെ ഇരട്ട മുഖം സ്വന്തം മണ്ഡലത്തിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്ത് സർക്കാരിനെ പുകഴ്ത്തുകയും പിന്നീട് വിവാദമായപ്പോൾ പ്രസംഗിച്ചിട്ടില്ലെന്ന് പറയുകയും ചെയ്ത
സംബന്ധിച്ച് പ്രസംഗിച്ച് നിങ്ങളെല്ലാവരും കേട്ടതാണ്, ടി വിയിലെല്ലാം കണ്ടതാണ്. പക്ഷെ ഇന്നിവിടെ പ്രസംഗിച്ചത് കേട്ടാൽ ഒരുവിധം മനസാക്ഷിയുള്ളവരാരും അത് അംഗീകരിക്കുകയും സഹിക്കുകയും ചെയ്യുന്നത് തോന്നുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. സമുദായ നേതാക്കന്മാർ തന്നെ നിരക്കില്ലെന്ന് പറയുകയും പിന്നീട് നിലപാട് മാറ്റുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് കേരള രാഷ്ട്രീയത്തിന്റെ അസത്യങ്ങളുടെ രാജകുമാരനായി മാറിക്കഴിഞ്ഞിരിക്കുക. വിരളി പിടിച്ച ഇത്തരം പ്രസ്താവനകൾ ജനങ്ങൾ തള്ളിക്കളയും. എനിക്കിപ്പോ മന്ത്രിയായതുകൊണ്ട് 50 ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സെക്രട്ടറിയേറ്റ് മുന്നിൽ ചെന്ന് പ്രസംഗിച്ച് മറുപടി പറയാൻ വേണ്ടി പറ്റില്ല. എന്നോടിപ്പോ ഒരു യോഗത്തിൽ വെച്ചപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഞാൻ ആഞ്ഞടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഞാനും അങ്ങോട്ട് ആഞ്ഞടിച്ചോളാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു 10-15 മിനിറ്റ് നുണകൾ കൊണ്ടല്ല വസ്തുതകൾ കൊണ്ടാണ് രാഷ്ട്രീയം പറയേണ്ടതെന്ന് വീടി പൈസ പോകും. എന്ത് ഒരു പ്രശ്നം വന്നാൽ ഇങ്ങനെ പറയാൻ വേണ്ടി ഒരു നിയമസഭയിലെ കഴിയാൻ കഴിയും. അത് ഒരു രഹസ്യ കാര്യങ്ങളൊന്നുമല്ലല്ലോ നിയമസഭ എന്താ കഴിയാൻ കഴിയും. ഇപ്പം തൊലിപ്പിച്ചത് സോണിയാഗാന്ധി അടിച്ചടിച്ച സംഭവമാണ്. അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കുകയും ശബരിമലയുടെ പേരിൽ കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇരട്ടത്തപ്പാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിലൂടെ കിട്ടുന്നത്. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച കേസിലെ 1-ാം പ്രതിയും മോഷണം മുതൽ വാങ്ങിയ ആളും കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത നേതാവായ സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് കേവലം ഒരു ചിത്രമല്ല, മറിച്ച് ദുരൂഹതകളുടെ ഒരു മഹാമേരുവാണ്. ഈ കേസിലെ പ്രത്യേക അന്വേഷണ സംഘം സോണിയാഗാന്ധി ചോദ്യം ചെയ്യേണ്ടത് നിയമപരമായി തന്നെ അത്യാവശ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സുരക്ഷയിലുള്ള വ്യക്തികളിൽ ഒരാളാണ് സോണിയാഗാന്ധി. അവരെ കാണാൻ കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. SPG ക്ലിയറൻസ് ഇല്ലാതെ, ഉന്നത നേതാക്കന്മാരുടെ ശുപാർശയില്ലാതെ ആർക്കും അവരെ കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു ക്രിമിനൽ എങ്ങനെ സോണിയാഗാന്ധിയുടെ കൈത്തണ്ടയിൽ സ്വർണ്ണ ചരട് കെട്ടിക്കൊടുക്കാൻ മാത്രം അടുപ്പമുള്ളവനായി മാറി? ഇത് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കേസിലെ പ്രതികൾക്ക് സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് പ്രവേശനം ലഭിച്ചത് 6 സഹായക്കാരാണ്. അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഈ ക്രിമിനലുകളെ സോണിയയുടെ അടുത്തേക്ക് എത്തിച്ചത് എന്തിനാണ്? പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിനുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ക്രിമിനൽ ഗൂഢാലോചന ഈ ഇടപാടുകളിൽ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുവാൻ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുക എന്ന് തന്നെ വേണം. സോണിയാഗാന്ധി മുൻപ് MP ആയിരുന്ന ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ കടയിലാണ് ശബരിമലയിലെ മോഷണ സ്വർണം വിറ്റുവെന്ന വിവരം ഞെട്ടിപ്പിക്കുന്നത്. ഈ ബില്ലാരി കണക്ഷൻ കേവലം യാദൃശ്ചികമല്ല. സവാല ഇടപാടുകളോ സ്വർണ്ണക്കടത്തോ ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ അവസരത്തിൽ പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. SPG വലയം ഭേദിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വസതിയിൽ കയറി ഇറങ്ങിയത് ആരുടെ സാക്ഷ്യമാണ്? 2. സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ ഇറ്റലിയിലെ പുരാവസ്തു ബിസിനസ്സുമായി ഈ സംഘത്തിന് ബന്ധമുണ്ട്. 3. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ കവറിൽ എന്തായിരുന്നു? അത് അടൂർ പ്രകാശൻ നൽകിയ പ്രതിഫലമായിരുന്നു. 4. കോൺഗ്രസ് ഭരിച്ച ദേവസ്വം ബോർഡ് ഭരണസമിതി എന്തിനാണ് നിയമങ്ങൾ കാറ്റുപറത്തി വാജി വാഹനം തന്ത്രിക്ക് കൈമാറി? ശബരിമല സ്വർണ്ണ കവർന്നവർക്ക് തടവിക്കുന്ന കോൺഗ്രസ് നിലപാട് ലജ്ജാകരമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടം നടക്കുന്ന SIT അന്വേഷണത്തെ തകർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് ആരെ രക്ഷിക്കാനാണ്? ഈ കേസിൽ ഉന്നതരായ ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവരുവാൻ സോണിയാഗാന്ധിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള അധികാരം അന്വേഷണ സംഘത്തിനുണ്ട്. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർക്കും അവർക്ക് കുട പിടിക്കുന്നവർക്കും കേരളത്തിലെ ജനങ്ങൾ മാപ്പ് നൽകില്ല. സത്യമുണ്ടെങ്കിൽ പുറത്തു. ഞാനിത് ഇന്നലെ അവിടെ പറഞ്ഞതിനാണ്, നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനാണ്. ഇത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നട്ടുച്ചയ്ക്ക് നല്ല തുള്ളലായിരുന്നു.
അപ്പം അത് പത്രങ്ങൾ മുഖാന്തരം ആൾക്കാർ അറിയാലോ ഈ തുള്ളൽ പാട്ട്. അപ്പോൾ അതിന് ഒരു വിശദീകരണം നൽകേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളുള്ളത്. അല്ല പറഞ്ഞല്ലോ, രാജേഷ് മറുപടി പറഞ്ഞു, MP രാജേഷിനെ പറഞ്ഞു, സോണിയാഗാന്ധി രാജീവ് പറഞ്ഞു, ഹർസീന ആവശ്യപ്പെടാല്ലേ. എനിക്ക് പ്രബോധനമൊന്നുമില്ല. അത് ഞാൻ നേരത്തെ അതിന്റെ കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന ആളുടെ മാത്രമേ അറസ്റ്റ് ചെയ്യാവുള്ളൂ, ഇന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ഭരണഘടന പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം രാജ്യത്തുണ്ടോ? എല്ലാവരെയും ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. പ്രധാനമന്ത്രിമാരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, പ്രധാനമന്ത്രിമാരെ ജയിലിൽ എടുത്തിട്ടുണ്ട്, സോണിയാഗാന്ധിയെ നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, സോണിയാഗാന്ധിയുടെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് പറയുന്നതിന് ഉത്തരം ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞാൻ ചോദിച്ചത് വേറെ ഒന്നുമില്ല. സോണിയാഗാന്ധി ചോദ്യം ചെയ്താലേ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അവർ പിന്നെ അത്ര സുരക്ഷിതത്തിൽ ജീവിക്കുന്ന നേതാക്കന്മാരാണ്. അതിന് ഇങ്ങനെ തറടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്കതിനെ പറ്റിയൊന്നും പറയാല്ല. സുരേന്ദ്രൻ്റെ അഭിപ്രായം അവരെ പോലീസിന് പിന്നെ നല്ല സംശയം ഉള്ളതുകൊണ്ടാണല്ലോ അവരെ അറസ്റ്റ് ചെയ്ത് അവരെപ്പോഴും ജാമ്യം കിട്ടാൻ ജയിലിൽ കിടക്കുന്നത്. ഇപ്പം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല. അത് തീരുമാനിക്കേണ്ടത് പിന്നെ പ്രത്യേക അന്വേഷണ സംഘമാണല്ലോ. ഒരു പിന്നെ സമ്മാനം കൊടുക്കൽ മാത്രമല്ലല്ലോ ഇവിടെ. ഞാൻ പറഞ്ഞത് പിന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ 3 പ്രധാനപ്പെട്ട പ്രതികളും 2 പ്രാവശ്യം അവരുടെ വീട്ടിൽ പോവുകയും സമ്മാനങ്ങൾ പ്രതി കൊടുക്കുകയും ഒക്കെ ചെയ്തു. അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കേണ്ടെന്നുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? അന്വേഷിക്കേണ്ടെന്ന് നിലപാട് നിങ്ങൾ എന്തായിട്ട് ചെയ്തു? ശിവകുട്ടി പോയില്ല. പിന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറുന്നതാണ് പ്രശ്നം. അവരുടെ വീട്ടിൽ അങ്ങനെ പെട്ടെന്ന് പോകാം. ഒരു ചെത്തിന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അന്വേഷണം നടത്തുന്നുണ്ടാവും. അന്വേഷണം നടക്കുന്നില്ല നമുക്കിങ്ങനെ പറയാൻ വേണ്ടി പറ്റും. അതെനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നില്ല. അല്ലെ ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിനെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അതിനാരും എതിരില്ലല്ലോ. കടവൂർ സുരേന്ദ്രൻ എന്തെങ്കിലും ആരോഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിന് ആരെങ്കിലും എതിരാണോ? ആരും എതിരില്ല. നിങ്ങൾക്ക് എത്ര നിങ്ങൾ അവരൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് വ്യത്യാസം തോന്നില്ലായിരിക്കും, അത് നിങ്ങളുടെ നിലപാട്. നിങ്ങൾക്ക് ഇപ്പം ഞാനിപ്പോൾ കുറേ സമയത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ. അതിന് സോണിയാഗാന്ധിയെ തൊട്ടത് മാത്രമാണല്ലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ഒരു പിന്നെ പ്രതിപക്ഷ നേതാവ് ഒരു മന്ത്രിക്കെതിരായിട്ട് ഒക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പരസ്യമായി നടത്തിയ തെറിവിളിയിൽ തന്നെയാണ് പറയുന്നത്.
അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം തീർക്കരുത്. നിങ്ങൾ ഓരോ വിഷയങ്ങളെ നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് കാണിക്കും, ഞാൻ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് കാണിക്കും. നിങ്ങൾ എന്ത് ചോദിച്ചാലും എൻ്റെ കാഴ്ചപ്പാട് എനിക്കൂടെ പറയാൻ പറ്റും. സോണിയാഗാന്ധിയെ പോലെ ഒരാളെന്ന് പറയാൻ കാര്യമില്ല. സോണിയാഗാന്ധി നമ്മുടെ രാജ്യത്തുള്ള ഒരു പൗരനെ പോലെയാണ്. കടാം മുസ്ലിമിന്റെ അഭിപ്രായമാണെന്ന് ഞാൻ പറഞ്ഞില്ല. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റും അതേപോലെ തന്നെ മറ്റ് ദേശീയ നേതാക്കന്മാരും എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്നവരാണ്. ഇക്കാര്യത്തിൽ അവർ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. അവരും ഈ കാര്യത്തിൽ ഒരു വിശദീകരണം തീർച്ചയായിട്ടും നടത്തേണ്ടതാണ്. സോണിയാഗാന്ധി മാത്രമല്ലല്ലോ, കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്, മറ്റ് നേതാക്കന്മാരെല്ലാം ഉണ്ടല്ലോ, KC വേണുഗോപാലുണ്ട്. അവരാരും അങ്ങനെ ഒന്നും മുന്നിട്ടില്ലല്ലോ. ഞാനായിട്ടൊരു ചർച്ച നിർത്തിയിട്ടില്ല, എനിക്കറിയില്ല. ഞാനൊരു ജോത്സ്യനൊന്നുമല്ല. എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതെ, നിങ്ങൾക്ക് കിട്ടിയ അത്രയും ദൂരം എനിക്ക് കിട്ടിച്ചില്ല. ഓ, ഏതെങ്കിലും ഒരു പത്രമാധ്യമം എടുത്തോളൂ. അയാൾ എഴുതാനും വായിക്കാനും നല്ല ക്ലാസ് എടുക്കാനൊക്കെ പറ്റിയാണ് എല്ലാവരും. അതാണല്ലോ ഞാൻ ആദ്യമേ തന്നെ വിശദീകരിച്ചു. സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയയാളും, പ്രത്യേകിച്ച് പിന്നെ സോണിയാഗാന്ധി മുമ്പ് പാർലമെന്റ് മെമ്പർ ആയിരുന്ന പ്രദേശത്തെ സ്വർണ്ണ കച്ചവടക്കാരനും ആണ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രസക്തിയുള്ള കാര്യങ്ങളാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ സംശയമാണ്. ഇലക്ഷൻ മുമ്പ് സംശയം മാറാൻ സാധ്യതയുണ്ട്. ഉണ്ടായിരുന്ന ചർച്ചയിൽ നമുക്ക് ബോധ്യമുള്ളൂ. അവരുടെ ഞാനായിട്ടാണ് കുറച്ച് ലഘൂകരിച്ചു. ഒരു സൗജന്യം തന്നതായിരിക്കും. ഞാനൊരു ഒരു വസ്തുത പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി. അല്ല, ആരോപണമായിട്ടുള്ളല്ലോ വെച്ചാൽ ഉണ്ട് എന്ന് പറയുക അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എഴുതി വെച്ചിട്ട് അപ്പം മതി. ഉച്ചയ്ക്ക് ഇങ്ങനെ പാർട്ടി ഒരാളുടെ പാർട്ടി മെമ്പർഷിപ്പ് എല്ലാം കൊടുക്കുന്നതിന് ഒരു നടപടിക്രമമുണ്ട്. പാർട്ടി ഗ്രൂപ്പ് മെമ്പർഷിപ്പ് വരണം, കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് വരണം, പിന്നെ പാർട്ടി മെമ്പർഷിപ്പ്, പിന്നെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി,
ആ കമ്മിറ്റിയിലൊക്കെ ആലോചിക്കാൻ അങ്ങനെ കുറേ നടപടിക്രമങ്ങളുണ്ട്. അല്ലാതെ വരുമ്പം കൈയടി വിളിച്ച് നിൽക്കാതിരിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ആന്റി രാജ്യമില്ല അതിന് അല്ല അതിപ്പോൾ പറ അതൊന്നും എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. LDF-ന്റെ കൺവീനർക്ക് പറയാം, പാർട്ടി സെക്രട്ടറി പറയാം. നമുക്കെതിരായിട്ട് വന്ന കാര്യങ്ങളാണ് പറയുന്നത്. കടകക്ഷിയാകുമ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ ശക്തി നോക്കിയിട്ടല്ലോ സ്ഥിതി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.